ഞാൻ 3 കൗണ്ട് ചെയ്യുമ്പോൾ സാഹിലിന് കണ്ണു തുറക്കാൻ സാധിക്കും. പക്ഷേ സാഹിലിന് ഈ കൈ ഇവിടെ നിന്ന് പൊക്കാൻ സാധിക്കില്ല. ഈ കൈ എന്തോ വെച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഞാൻ 3 കൗണ്ട് ചെയ്യുമ്പോൾ സാഹിൽ കണ്ണ് തുറക്കും. പക്ഷേ സാഹിലിന് ആ കൈ അവിടെ നിന്ന് പൊക്കാൻ സാധിക്കില്ല. 1 2 3. സാഹിലെ ഇവിടെ ഇപ്പോൾ ഈ കൈ ഇവിടെ നിന്ന് പൊക്കാൻ നോക്കൂ. കഴിയൂല. പൊക്കാൻ നോക്കിയേ. സാഹിൽ ആ കൈ അവിടെ നിന്ന് പൊക്കാൻ ശ്രമിച്ചേക്കേ. എന്തു പറ്റി? എത്ര പൊക്കാൻ ശ്രമിച്ചാലും സാഹിലിന് കഴിയില്ല. എന്നെ നോക്കിയേ. എന്താ കയ്യിൽ ഈച്ചയൊക്കെ വന്നിരിക്കുന്നുണ്ടല്ലോ. കയ്യിൽ പൊക്കിയേ. മറ്റേ കൈ നോക്കിയേ. സാഹിലിന്റെ ഈ കൈ വെച്ച് സാഹിലിന്റെ നെറ്റിയുടെ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കൈ പൊക്കാൻ സാധിക്കും. ഇങ്ങ് തൊട്ട് നോക്കിയേ. ഇങ്ങിപ്പിക്ക് നോക്കിയേ. പൊങ്ങി വരുന്നുണ്ടല്ലോ. പൊക്കിയേ, നല്ലപോലെ പൊക്കിയേ. നന്നായിട്ട് പൊക്ക്. സാധിച്ചാ? എന്ത് പറ്റി നേരത്തെ പൊങ്ങാത്ത? പൊങ്ങിയില്ല. ശരി, എൻ്റെ കയ്യിലേക്ക് നോക്കുക. ഞാൻ എപ്പോഴും സ്ലീപ്പ് പറഞ്ഞാലും സാഹിൽ സ്ലീപ്പിലേക്ക് പോകും. ഗോ ടു സ്ലീപ്പ് ആൻഡ് ഡീപ്പ്. ഗോ ടു സ്ലീപ്പ് ആൻഡ് ഡീപ്പ്. ഒന്ന് സ്നാപ്പ് ചെയ്യുമ്പോൾ സാഹിൽ കണ്ണു തുറന്ന് എന്നെ നോക്കും. പക്ഷേ ഈ കസേരയിൽ നിന്ന് എണീക്കാൻ സാധിക്കില്ല. ഒന്ന് സ്നാപ്പ് ചെയ്യുമ്പോൾ സാഹിലിന് കണ്ണു തുറന്ന് എന്നെ കാണാൻ സാധിക്കും. പക്ഷേ ഈ കസേരയിൽ നിന്ന് എണീക്കാൻ സാധിക്കില്ല. സാഹിലിനെ കാണാൻ കൂടാ. ഒന്ന് എണീച്ച്. മോശമല്ല ആരെങ്കിലൊക്കെ അടുത്ത് വന്നിട്ട് എണീക്കാൻ പറഞ്ഞ. സാഹിലൊന്ന് എണീച്ച് വന്നടാ. നമുക്ക് വളവച്ചേരെ പോവാം. എന്ത് പറ്റി? സാഹിലൊന്ന് എണീച്ച്. എന്ത് പറ്റി എണീക്കാൻ പറ്റാത്തത്? എണീക്കാൻ പറ്റാത്തത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പിന്നെ എണീച്ചു വാ. ഇരുന്ന് ഉറങ്ങണ? എണീക്ക്. സാഹിൽ എത്ര ശ്രമിച്ചാലും ആ കസേര ഒട്ടി പിടിച്ചുകൊണ്ടിരിക്കും. എണീച്ചിട്ട് വാ, പോവാ. സാഹിൽ എണീക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ ഒട്ടിപ്പിടിച്ചോണ്ടിരിക്കും. എന്ത് പറ്റി? പശയാണ് തേച്ചേക്കുന്ന. ഇത് കേട്ടില്ല? അറിയത്തില്ലേ? നിനക്കറിഞ്ഞൂടോ? നിന്റെ കസേരയില് നീ ഇത്ര വരെ കസേര ഇരിക്കല്ലായിരുന്നു. ഒന്ന് എണീച്ച്. പറ്റുന്നില്ലേ? എന്ത് പറ്റി? ഈ കയ്യിലോട്ട് നോക്കുക. ഞാനൊന്ന് സ്നാപ്പ് ചെയ്യുമ്പോൾ സാഹിൽ നല്ല ഉറക്കത്തിലോട്ട് പോകും. എൻ്റെ കയ്യിലോട്ട് നോക്കുക. ഞാൻ എപ്പോഴും സ്നാപ്പ് ചെയ്താലും സാഹിലിന് കണ്ണു തുറക്കാൻ സാധിക്കും. എപ്പോഴും സ്നാപ്പ് ചെയ്താലും സാഹിലിന് കണ്ണു തുറക്കാൻ സാധിക്കും. പക്ഷേ എണ്ണാൻ നേരത്ത് ഒരു നമ്പർ മറന്നുപോകും. സാഹിൽ കണ്ണു തുറക്കുമ്പോൾ ഒരു നമ്പർ മറന്നുപോകും. സാഹിലെന്ന് കണ്ണു തുറന്നേടാ. പിന്നെ നീ സ്കൂളിൽ എത്ര വരെ പഠിച്ച്? കേട്ടില്ല. 10ാം ക്ലാസ് വരെ പഠിച്ചാ? ഒന്ന് എണ്ണിക്ക്. ഉറക്കേണ്ടാണ് എന്റെ. 1 2 3 4 5 6 7 8 9. ഒന്നുകൂടെ എനിക്ക്. ഉറക്ക 1 2 3 4. ഇതേ 4 വരെ പഠിച്ചോളാം. പിന്നെ ഒന്നുകൂടെ എനിക്ക്. 1 2 3 4. എന്തുപറ്റി? 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ബാക്കി അറിഞ്ഞൂടെ? അറിയാൻ പറ്റുമല്ലോ. സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചില്ലേ? ഒന്നുകൂടെ എനിക്ക്. കേൾക്കുന്നില്ല. 1 2 3 4. എന്ത് 4 വരെ പഠിപ്പിച്ചോളാം. നീ എനിക്ക് തോന്നുന്നു 1ാം ക്ലാസ് വരെ പോയോളെന്ന് തോന്നുന്നു. 10ാം ക്ലാസ് വരെ പോയാ? സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടോ? ഒന്നുകൂടെ എനിക്ക്. കൈ വെച്ചെണ്ണിക്ക്.
ഒന്ന് ആ രണ്ട് ആ മൂന്ന് ആ നാല് ആ ആറ് 6 ആ ഏഴ് 7 എട്ട് ആ 9 ആ 10 കറക്റ്റാണോ ഒന്നുകൂടെ എനിക്ക് ഒന്ന് കേട്ടില്ല ഉറക്കെ പറയേ ഒന്ന് ആ രണ്ട് ആ മൂന്ന് ആ നാല് ആ നേരത്തെ ആറ് 6 ഏഴ് 7 എട്ട് ആ 9 കറക്റ്റാണ് നീ ഇപ്പൊ എണ്ണുന്നുണ്ടല്ലോ ഒന്നുകൂടെ എണ്ണിക്കോ ഒന്ന് ആ രണ്ട് ആ മൂന്ന് ആ നാല് ആ ആറ് 6 ഏഴ് 7 എട്ട് 8 9 9 10 10 ഞാൻ എപ്പോഴും സ്ലീപ്പ് എന്ന് പറഞ്ഞാലും സ്ലീപ്പിലേക്ക് പോവാം ഓക്കെ ഗോ ടു സ്ലീപ്പ് ആൻഡ് ഡീപ് സ്ലീപ്പ് ഗൾഫിലേക്ക് പോകാൻ നിൽക്കുകയാണ് സാഹിൽ എപ്പോൾ കണ്ണു തുറന്നാലും സാഹിൽ ആരായി മാറും കരോട്ട മാസ്റ്ററായിട്ട് മാറും ഒരുപാട് ചുവടുകൾ അറിയാം ഞാനൊന്ന് ടാപ്പ് ചെയ്യുമ്പോൾ സാഹിൽ കണ്ണു തുറക്കും സാഹിലെ സാഹില് സാറിന്റെ പ്രൊഫഷൻ എന്താണ് കരോട്ട കരോട്ടൊക്കെ പഠിപ്പിക്കുന്ന ആളാ ഒരുപാട് പേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ സാറിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് വന്നതാണ് ഓക്കെ നമ്മളെ കുറച്ച് പയ്യന്മാർ അവിടെ ചേർന്നിട്ട് സാൽത്താന്റെ ഒരു വീഡിയോ എടുത്ത് വൈറലാക്കിയായിരുന്നു അപ്പോഴത്തേക്ക് വൈറലായി സാറ് ഗൾഫിലേക്ക് പോകാൻ നിൽക്കുന്നു എന്നൊക്കെ അറിഞ്ഞിരുന്നു എന്താണ് ഗൾഫിൽ പോകുന്നുണ്ടോ ജോലിയായ അവിടെ ഇതുണ്ട് ഏത് കടയിൽ കടയില് കരോട്ട കടയിലാ അല്ല ആ കടയിൽ കടയിലാണോ എന്ത് ജോലിയാ അവിടെ കരോട്ടൊക്കെ തന്നെ ക്ലാസ് എടുത്ത് കൊടുക്കുവോ ഒന്ന് എണീക്കോ ഒന്ന് എണീച്ചു ഇപ്പൊ ഏറ്റവും വൈറലായ ഒരു കിക്ക് ഉണ്ടായിരുന്നു സാറിനെ നമ്മൾ മൊബൈലിൽ കൂടിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു വൈറലായ ഒരു കിക്ക് ഉണ്ടായിരുന്നു സാറിന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വീഡിയോ എടുക്കണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ കേട്ടോ ഒന്ന് ഇങ്ങോട്ട് വരുമോ സാറിന്റെ ഏറ്റവും വൈറലായ ഒരു കിക്ക് കാണിച്ചു തരും ഏറ്റവും വൈറലായ നമ്മളെ കൂട്ടുകാരെല്ലാം മൊബൈലിൽ പിടിച്ച് നമ്മളൊക്കെ ഒത്തിരി കണ്ടതാണ് ആ കിക്ക് ഒന്ന് കാണിച്ചു തരും സാറിന്റെ ആ ഒരു കുറിച്ച് കാണിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി ചെയ്യണ്ട അവനൊക്കെ സാറ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പഞ്ചിങ്ങിലൂടെയാണ് സാറ് വൈറലായത് കാരണം ഈ പഞ്ചിങ്ങില് ഭയങ്കര പവറായിരുന്നോ ഒത്തിരി പവർ ഉണ്ടായിരുന്നോ ഒത്തിരി സന്തോഷം വന്നതില് കണ്ടതിലൊക്കെ പിന്നെ ഗൾഫ് കടയിൽ എന്ന് പറഞ്ഞപ്പോൾ കരോട്ട പഠിത്ത ആലോചിച്ചാലും കിട്ടൂല മറന്നു ഇത്ര ആലോചിച്ചാലും കിട്ടൂല സാഹില് കണ്ണുറക്കാൻ പോവാണ് കണ്ണുറക്കാൻ പോവാണേ ഞാനൊന്ന് സ്നാപ്പ് ചെയ്യുമ്പോൾ സാഹില് കണ്ണുറക്കും സാഹിലെ നിങ്ങളുടെ വീട്ടിലൊരു പട്ടി ഇല്ലായിരുന്നടാ പട്ടി ഉണ്ടായിരുന്നോ പട്ടിയുടെ പേരെന്താ ലിയോ അനിയന്റെ പേരെന്താ ഉമ്മച്ചിമ്മയുടെ പേരെന്താ റഫീഖ പാപ്പയുടെ പേരെന്താ നിങ്ങളെ ഉപ്പച്ചിയുടെ പേരെന്താ ഇടിയൻ വേറെ പേരില്ലേ സലീമോ ഇടിയൻ സലീമോ ഇടിക്കോ ഉമ്മാരെ പേരെന്താ ഉമ്മച്ചി ഇല്ലേ പിന്നെ ഉമ്മാരെ പേരെന്താ ഒന്നുകൂടെ ആലോചിച്ചേക്ക് ഉമ്മാടെ പേരെന്താ അവന്റെ പേരെന്താ റിയാസ് കൂട്ടുകാരനാണോ എന്റെ പേര് അറിയാമോ എന്താ കേട്ടില്ല രഫീഖ ഉമ്മാടെ പേരെന്താണ് അത് മോശമല്ലേ ഉമ്മാടെ സ്വന്തം ഉമ്മാടെ പേര് അറിയില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ ഭയങ്കര മോശമാണ് ഉമ്മാടെ പേര് ഒന്നുകൂടെ ആലോചിച്ചേക്ക് എണ്ണ അറിയാമോ ഒന്ന് എനിക്ക് കേട്ടില്ല 1 2 3 4 5 6 7 8 9 10 ഉമ്മാരെ പേരെന്താ ഉമ്മ എവിടെയാണ് ഗൾഫിലാണ് പാപ്പായോ പാപ്പ മരിച്ചു പോയാ പാപ്പായെ കാണിച്ചു തരട്ടെ എന്ത് പാപ്പായെ കാണിച്ചു തരാം വേണ്ടേ പിന്നെ ആരെ കാണണം മരിച്ചുപോയ ആരെങ്കിലും കാണണോ
കൂടുതൽ സ്നേഹമുള്ള ആരെങ്കിലും കൂട്ടുകാരന്മാരോ ആരെയും കാണണ്ട? എന്ത് പറ്റി? പേടിയാണോ? സങ്കടം വരുമോ? ഉം. ഇന്നലെ ഞാൻ മരിച്ച ഒരാളെ കാണിച്ചു തന്നായിരുന്നല്ലേ? ഉം. അറിയാമോ ആരെ കാണിച്ചെന്ന? പാപ്പ. പാപ്പച്ചി ഞാൻ കാണിച്ചു തന്നായിരുന്നു. അപ്പോഴത്തേക്ക് ഒത്തിരി കരഞ്ഞേക്ക് ഓർമ്മ ഉണ്ടോ? പാപ്പയെ കണ്ടായിരുന്നു അന്നേരം? ഉം. കണ്ടായിരുന്നോ? ശരി, ഞാൻ എപ്പോഴും സ്ലീപ്പ് പറഞ്ഞാലും കൂടുതൽ ഡീപ്പ് ആൻഡ് സ്ലീപ്പിലേക്ക് പോകും. സ്ലീപ്പ് ആൻഡ് ഡീപ്പ്.